പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് അപേക്ഷിച്ചിട്ടും ലിസ്റ്റിൽ പേരില്ല, സഹായം കിട്ടിയില്ല. ഒരുപാട് പേർ ഉന്നയിക്കുന്ന പരാതിയാണിത്. അർഹതയുണ്ടെന്ന് ഉറപ്പായിട്ടും എന്തുകൊണ്ടാണ് തഴയപ്പെട്ടത്? പലർക്കും ഇതിന്റെ കാരണം അറിയില്ല. അതിനു പിന്നിൽ നിങ്ങൾ അറിയാതെ പോയ ചില കാരണങ്ങളുണ്ടാകാം. നമുക്ക് വിശദമായി പരിശോധിക്കാം. ഒരു അപേക്ഷ നൽകിയത് കൊണ്ട് മാത്രം ആവാസ് യോജന ലൈഫ് മിഷൻ പദ്ധതിയിൽ സഹായം ഉറപ്പാകുന്നില്ല. ഗ്രാമസഭകളും തദ്ദേശ സ്ഥാപനങ്ങളും നടത്തുന്ന കർശനമായ പരിശോധനയ്ക്ക് ശേഷമാണ് അന്തിമ ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കുന്നത്. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ചില ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ ഈ ഘട്ടത്തിൽ നിങ്ങളുടെ അപേക്ഷയെ തള്ളിക്കളയാൻ കാരണമായേക്കാം. എന്തൊക്കെയാണ് ആ കാരണങ്ങൾ? ഒന്നാമതായി, നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പരിശോധിക്കും. കുടുംബത്തിൽ ആർക്കെങ്കിലും സ്വന്തമായി കാറോ ഓട്ടോറിക്ഷയോ ട്രാക്ടറോ പോലുള്ള വാഹനങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അയോഗ്യരാകും. 50,000 രൂപയിൽ കൂടുതൽ പരിധിയിലുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ കുടുംബത്തിൽ ആരുടെയെങ്കിലും പേരിലുണ്ടോ? അതും നിങ്ങളെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കാൻ കാരണമാകും. അടുത്തത് വരുമാനവും ജോലിയുമാണ്. കുടുംബത്തിലെ ഏതെങ്കിലും ഒരംഗം സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ ആ കുടുംബത്തിന് ഈ പദ്ധതിക്ക് അർഹതയില്ല. ഇനി ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. കുടുംബത്തിന്റെ മൊത്തം വരുമാനമല്ല, മറിച്ച് കുടുംബത്തിലെ ഒരംഗം മാസം 15,000 രൂപയിൽ കൂടുതൽ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബം പദ്ധതിയിൽ നിന്ന് പുറത്താകും. അതുപോലെ ആദായ നികുതിയോ തൊഴിൽ നികുതിയോ അടയ്ക്കുന്നവരും അയോഗ്യരാണ്. ഭൂമിയുടെ കാര്യത്തിലും കൃത്യമായ നിയമങ്ങളുണ്ട്. 2.5 ഏക്കറിൽ കൂടുതൽ ജലസേചന സൗകര്യമുള്ള കൃഷിഭൂമിയോ അല്ലെങ്കിൽ 5 ഏക്കറിൽ കൂടുതൽ സാധാരണ ഭൂമിയോ കൈവശമുള്ളവർക്കും ഈ പദ്ധതിക്ക് അർഹതയുണ്ടാവില്ല. കേരളത്തിലെ സാഹചര്യവും ലൈഫ് മിഷനും ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെതാണ്. കേരളത്തിൽ ലൈഫ് മിഷനുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നതെങ്കിലും ഈ അടിസ്ഥാന നിയമങ്ങൾ ഇവിടെയും ബാധകമാണ്. സംസ്ഥാന സർക്കാർ അധികമായി സാമ്പത്തിക സഹായം നൽകുന്നുണ്ടെങ്കിലും ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് കേന്ദ്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് തന്നെയാണ്. അതുകൊണ്ട് ലിസ്റ്റിൽ പേരില്ലെങ്കിൽ നിരാശപ്പെടും മുൻപ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ബാധകമാണോ എന്ന് സ്വയം ഒന്ന് പരിശോധിച്ചു നോക്കൂ. ഒരുപക്ഷെ ഈ നിയമങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം നിങ്ങളുടെ പേര് പട്ടികയിൽ നിന്ന് ഒഴിവാകാൻ കാരണം. കൂടുതൽ വ്യക്തതയ്ക്കായി നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസുമായോ ഗ്രാമസഭാ യോഗങ്ങളിലോ ബന്ധപ്പെടാവുന്നതാണ്. ഏറ്റവും അർഹരായവരിലേക്ക് സഹായം എത്തിക്കാനാണ് ഈ മാനദണ്ഡങ്ങൾ. പുതിയ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.